അങ്ങനെ ഡേ 2 രാവിലെ തന്നെ ഉറക്കപ്പിച്ച് കണ്ണൊക്കെ തിരുമ്മി ഞാൻ എണീറ്റ് വരുന്ന കോലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇന്നലെ നടന്ന ഒന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ലായിരുന്നു, കാരണം നല്ലതായിട്ടൊന്ന് ഉറങ്ങിയേ. അങ്ങനെ ഗൈസ് കാലെടുത്ത് നിലത്തോട്ട് വെച്ചപ്പോൾ ഷെടാ വെള്ളം കയറി ഗൈസ്. പുലർച്ചെ ഒരു 3:30-4 മണി വരെ വെള്ളം കയറുമോ എന്ന് നോക്കി ഞങ്ങൾ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചങ്ങ് കിടന്നു. അതാന്ന് തോന്നുന്നു അമ്മ എന്നെ രാവിലെ തന്നെ വിളിച്ച് പറയാഞ്ഞ്. പക്ഷെ എന്തൊക്കെയോ ഒരു ബഹളം കേട്ട് എണീറ്റപ്പോഴാണ് കിടക്കുന്ന വെള്ളം കയറിയല്ലേ. അതെ ഗൈസ്, നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയിരിക്കുന്നു. അത് പക്ഷേങ്കിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മുടെ ബാത്റൂമിൻ്റെ അവിടെയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് റൂംസിൻ്റെ അവിടെയും കാര്യമായിട്ടൊന്നും അത്രയും കയറിയില്ല. ഞങ്ങളുടെ ആദ്യം വീടിനകത്ത് കാണിച്ച ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്ത് മണ്ടയിലൊക്കെ വെച്ചേക്കാണ്. ഞാൻ വീണ്ടും ഫ്രണ്ട് കാണിച്ചത് ഞാനും കണ്ടിട്ടില്ല. ഉറക്കത്തിൽ നിന്ന് വീട്ടാണ് നേരെ വീണ്ടും മുന്നിൽ പോയി കാണാൻ നോക്കട്ടെ. അങ്ങനെ കേസ് നമ്മുടെ വീട്ടിൽ വെള്ളം കയറി. ഇന്നലെ കാണിച്ച വിഷ്വൽ പോലെ അല്ല കേട്ടോ ഇന്ന്. കാരണം നമ്മൾ ഇന്നലെ കാണിച്ചതിൽ നമ്മുടെ വീടിന്റെ മുറ്റം വരെ വെള്ളം എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, അതും പകുതി വരെ. ഇന്ന് ദൈവമേ അത് അകത്തോട്ട് ചെറുതായിട്ട് കയറി തുടങ്ങി. ഞാൻ താഴോട്ട് നോക്കിയാണ് എന്താണ് പാറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ ഒന്നും പറയാനില്ല, പെട്ട് ഗൈസ്. അതാണ് നമ്മുടെ ഗേറ്റ്, അതാണ് ഗേറ്റ്. ഇപ്പം എല്ലാം ഈക്വലായി, ഒന്നും കാണുന്നില്ല. ഇത് അവിടെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കുഴി പോലത്തെ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഒന്നും കാണുന്നില്ല. ഗേറ്റൊക്കെ മതിലൊക്കെ ഇത് ഇത്രേ ഉള്ളൂ, ഗേറ്റ് മതിലൊക്കെ. അപ്പോൾ നല്ല പൊക്കം പൊങ്ങി. വീടിൻ്റെ അകത്താണ്. പിന്നെ എൻ്റെ 2 വീലർ ഒന്ന് കാണിച്ചു തരാതെ. ഇന്നലെ രാത്രി ഇങ്ങനെ വെള്ളം കയറുന്നൊക്കെ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ 2 വീലർ എടുത്തത് ഇവിടെ വീടിൻ്റെ മുന്നിൽ വെച്ചേക്കാണ്. ലക്കി, വെള്ളം കയറിയത് കണ്ടോടാ നീ? കണ്ടോ നീ? ഗൈസ്, അപ്പോൾ നമ്മൾ അടുക്കളയിലോട്ട് പോവാണേ. അടുക്കളയിൽ നമ്മൾ വാഷിംഗ് മെഷീൻ 2 പിന്നെ ഫ്രിഡ്ജ് ഇതൊക്കെയാണ് മുകളിലോട്ട് എടുത്ത് വെച്ചേക്കണത്. പിന്നെ ഇതിൻ്റെ അകത്തുനിന്നുള്ള പാത്രങ്ങളെല്ലാം ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിലോട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഗൈസ്, നമ്മുടെ വീടിന് പുറകെ വശം എനിക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജനലിൻ്റെ അകത്തുനിന്നാണ് കാണിച്ചു തരുന്നത്. ഇന്നലെ ഞാൻ അവിടെ നിന്നിട്ടാണ് ഇങ്ങോട്ട് വീഡിയോ എടുത്തത്. അവിടെ കിണറാണ്. ഇപ്പം കിണർ എനിക്ക് തോന്നുന്നു കിണറൊക്കെ മൂടിയോ ഇല്ല, ഇച്ചിരി കൂടെ ഉണ്ട്. അപ്പോൾ വീടിൻ്റെ ബാക്ക് വശം ഇപ്പോൾ ഇങ്ങനെയാണ്. വീടിൻ്റെ ബാക്ക് വശം ഇപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ വേർതിരിവൊന്നുമില്ല. പിന്നെ ഇവിടെയുള്ള മതിലൊക്കെ പോയി. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുന്നത്. ഞാൻ കുറച്ച് ജീവികളെ ഇന്നലെ രാത്രി കണ്ടായിരുന്നു. ഞാൻ ഇത് കാണിച്ചു തരാം. അതായത് ഇന്നലെ രാത്രി വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നെന്ന് പറഞ്ഞപ്പോഴേ കുറച്ച് ഈ കരയിലോട്ട് അടിക്കും തോറും കുറച്ച് ജീവികളൊക്കെ വരും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ ആയിരുന്നേ. അപ്പോൾ അത് കാരണമാണ് ഈ തറയിലോട്ടൊക്കെ നോക്കുന്നത്, എന്തെങ്കിലും ഇനി ഇഴഞ്ഞൊക്കെ കയറി വരുമോ എന്ന്. ഇത്രയധികം വെള്ളം കയറുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതേ ഇല്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ അവിടം വരെ വരുമെന്നായിരുന്നു വിചാരിച്ച് വെച്ചത്. ഒന്നും പറയാനില്ല. നമ്മളിത് നേരിടും, അത്രേ ഉള്ളൂ. കോൺഫിഡൻസ്. പിന്നെ എനിക്കൊന്ന് അകത്തുനിന്ന് വെള്ളം കയറിയതൊക്കെ ബാത്റൂമിൽ നിന്നൊക്കെ വെള്ളം വന്നതാണ്. ഇതുവരെയ്ക്കും നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ആ പടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ കയറിയിട്ടില്ല, അതായത് ഇങ്ങോട്ട്. പക്ഷെ വെള്ളം വന്നിരിക്കുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ അവിടെ നിന്നൊക്കെ പൊങ്ങി. പിന്നെ വീടിൻ്റെ പുറകിലും കൂടെ വെള്ളം കയറി. അപ്പോൾ അവിടെ നിന്ന് അകത്തോട്ട് കയറി. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വെള്ളം പൊങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഈ പടി ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ല. ഈ പടി ക്രോസ് ചെയ്താൽ പിന്നെ ഒന്നും നോക്കണ്ട, ഇത് മൊത്തം നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് കയറും. പിന്നെ പറയാൻ നോ വേർഡ്സ്. നമ്മൾ പിന്നെ മേലോട്ട് പോവാണ്.
അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണി 7:30 ആ ഒരു സമയമായി കാണും. 7:30 8 മണിയായി കാണും. ആ ഒരു സമയമായി. എണീക്കാൻ പറ്റുന്നില്ല, കണ്ണൊക്കെ അങ്ങ് കുളിക്കണമെന്നല്ല, കണ്ണൊക്കെ അങ്ങ് ഒരുമാതിരി. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറുമെന്ന്. അപ്പോൾ ഇപ്രാവശ്യത്തെ വെള്ളപ്പൊക്കം പണി പറ്റിച്ചു. ഞാൻ വിചാരിച്ചില്ല ഇത് ഇപ്രാവശ്യം കയറുമെന്ന്, ഇത്രയ്ക്കും കയറി. ഇനി നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് കയറിയില്ല, നോക്കാം. വീടിൻ്റെ അകത്ത് കയറുവാണെങ്കിലും അതും നമ്മൾ തരണം ചെയ്തിരിക്കും, അത്രേ ഉള്ളൂ. അവിടെ നിന്നോണം നീ, ഇനി ഇങ്ങോട്ട് കയറിയേക്കല്ലേ കേട്ടല്ല, ഇനി ഇങ്ങോട്ട് കയറിയേക്കല്ലേ, അവിടെ നിൽക്കണം. അപ്പം ഞാൻ നേരത്തെ കാണിച്ച ജീവിയില്ല, അത് ഇത് കിച്ചൻ്റെ സൈഡാണ് നമ്മുടെ വീടിൻ്റെ. അത് നമ്മുടെ ഇവിടെയാണ് ഇരുന്നത്. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇനി ചെരുപ്പൊക്കെ ഇരട്ടെ, കാരണം എനിക്ക് പേടിയാണ് ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് അകത്തോട്ട് കയറി വരും. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ബാക്കി അപ്ഡേഷൻ ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇപ്പോൾ വലിയ പ്രശ്നമില്ലെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം വീടിനകത്ത് കുറച്ച് വെള്ളം കയറിയിട്ടുള്ളൂ. ഇതിന് മുന്നേ നമ്മളെ ഇതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളിതിൻ്റെ മുകളിലത്തെ നിലയിലോട്ട് ഇതെല്ലാം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ ഒരുവിധമൊക്കെ ഒതുക്കിയേ. ഇനിയും കയറിയാലേ ഉള്ളൂ പ്രശ്നം. ഇനി ഇത് കാണിച്ചാൽ ഇപ്പം ഈ അലമാരി ആയിക്കോട്ടെ, നമ്മൾ ഈ 2 തട്ട് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഇനി മുകളിലോട്ടുള്ള സൈഡൊന്നും മാറ്റിയിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പുറത്തും അങ്ങനെ തന്നെയാണ്. കണ്ട, ഈ 2 തട്ട് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും വെള്ളം കയറുന്നതനുസരിച്ചിട്ട് നമുക്കിത് മാറ്റാം. അല്ലെങ്കിൽ എല്ലാം കൂടെയൊക്കെ എങ്ങനെ മാറ്റാനാണ്. നമുക്ക് പതുക്കെ നമ്മളിപ്പോൾ മേലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സേഫാണ്, ഇതും നമ്മൾ അതിജീവിക്കും, അത്രേ ഉള്ളൂ. മനസ്സുണ്ടെങ്കിൽ എല്ലാം ശരിയാവുന്നേ. കയറുവാണോ? എന്ത് ചെയ്യുമല്ലേ നമ്മൾ? ലക്കി ബോളൊക്കെ ഇട്ട് ഞാനും വരുന്നുണ്ടെന്ന്. ലക്കി ബോളൊക്കെ ഇട്ടിരിക്കുന്നു. ഞാനും ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാറുണ്ട്. അപ്പോൾ ഇതുവരെ വലിയ പ്രശ്നമില്ല. ഇതൊക്കെ നമ്മൾ നേരിട്ടതാണ് കഴിഞ്ഞ കൊല്ലം. അപ്പോൾ ആകെ എനിക്കുള്ളൊരു പേടിയെന്ന് പറഞ്ഞാൽ ഈ കുറച്ച് സാധനങ്ങളുണ്ട്, കുറച്ച് ചേട്ടന്മാരിപ്പോൾ വരും, അത് മാത്രമേ എനിക്ക് പേടിയുള്ളൂ. അവന്മാരെ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. വേറെ എനിക്ക് അത്ര പേടിയൊന്നുമില്ല. വെള്ളം കയറിയാലും നമ്മൾ മുകളിലോട്ട് പോകും. അതിന് മേളിൽ കയറത്തില്ലെന്നാണ് ഒരു വിശ്വാസം. അതിന് മേളിൽ കയറിപ്പോയാൽ ചത്തുപോകും. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്നേ. വള്ളമൊക്കെ വരും. വല്ലൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കണേ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമ്മുടെ 2018 വെള്ളം കയറുമെന്നാണ് ഇപ്പോൾ ഇവിടുന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ 18 കയറിയ സമയത്ത് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ആയിട്ട് മുകളിലോട്ട് പോയിട്ട് ഷിഫ്റ്റ് ചെയ്ത് അവിടെ എല്ലാം വെച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെയാണ് നിന്നത്. പക്ഷേ ഇപ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ കയറുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഓരോ സൈഡിൽ നിന്നും നമ്മുടെ ആ ജംഗ്ഷൻ്റെ അവിടെ ഞങ്ങൾ വണ്ടി ഇടാൻ പോയാൽ അവിടെ നിന്ന് ഓരോ സൈഡിൽ നിന്നും ആൾക്കാർ പറയുന്നു, നിങ്ങൾ മാറിക്കോ, വീട്ടിൽ നിന്ന് മാറിക്കോ, കാരണം അത്രയധികം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറിക്കോ എന്ന് പറയണു. കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും വെള്ളം കയറിയത് ഞങ്ങളുടെ വീടിൻ്റെ താഴത്തെ ഫ്ലോറിൽ ഇത് ഈ ഒരു ലെവലിലാണ് വെള്ളം നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രശ്നം ഉണ്ടാവാണ്ടിരുന്നത് ഞങ്ങൾ മുകളിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഇപ്രാവശ്യം അതിനെക്കാട്ടിലും കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ട് എഫക്റ്റ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം തൽക്കാലത്തേക്കിന് ഉള്ള സാധനങ്ങൾ, നമുക്ക് പറ്റുന്ന അത്രയും സാധനങ്ങൾ നമ്മൾ മുകളിലോട്ട് വയ്ക്കും. കാരണം ഈ ഭാഗത്തെ ഏരിയയിലുള്ള ആൾക്കാരെല്ലാം അങ്ങനെയാണ്. പറ്റുന്ന അത്രയും സാധനം നമ്മൾ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് 2 പട്ടിക്കുട്ടികളാണുള്ളത്, നിങ്ങൾക്കറിയാമല്ലോ, ലക്കിയും ജിമ്മിയാണുള്ളത്. അപ്പോൾ അവരെയും കൂട്ടി നമ്മൾ ഇവിടുന്ന് പോകാം എന്നൊക്കെയാണ് ഇപ്പോൾ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ എടുക്കുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോൾ തൽക്കാലം അമ്മയും പപ്പായും ഞാനും കൂടെ സാധനങ്ങളെല്ലാം മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ഏകദേശം സമയം ഒരു 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കറണ്ടും പോയി. അപ്പോൾ ഇനി ഫോണിൽ എനിക്ക് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഫോണിൽ ചാർജ് ഉണ്ട്, ഞാൻ ഇന്നലെ രാത്രി വരെ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 8:30 ആയപ്പോൾ, രാവിലെ 8:30 ആയപ്പോൾ അവർ കറണ്ട് ഓഫ് ചെയ്തു. അപ്പോൾ ഇലക്ട്രിസിറ്റിക്കാരൻ എന്തെങ്കിലും എഫക്റ്റ് ചെയ്താലോ എന്ന് വെച്ചിട്ടായിരിക്കും അത് ഓഫ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ പറ്റുന്ന അത്രയും ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുവാണെങ്കിൽ ഞങ്ങളിവിടെ നിൽക്കും, അതല്ല നമ്മൾ ഉറപ്പായിട്ടും പോകും. ഗൈസ്, ഇത് ഞങ്ങളുടെ വീടിൻ്റെ മേൽവശമാണ്. മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. എങ്ങനെയുണ്ട്? ഞങ്ങളിപ്പോൾ കുറേ സാധനങ്ങളൊക്കെ മേളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറേ വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക്
സഞ്ജുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ എന്നാ ഇങ്ങോട്ട് എത്തുന്നൊക്കെയാ പറയണത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ തന്നെ പറ്റത്തില്ല എന്ന് തോന്നുന്നു. കാരണം എന്നാൽ റോഡിലൊക്കെ നല്ല വെള്ളമായിരിക്കുമെന്നേ. അപ്പോൾ ഇവിടെയും സൈഡിൽ ആ മീനച്ചിലാറിൻ്റെ അവിടെയൊക്കെ ഭയങ്കര വെള്ളം. ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ ഇട്ടതുപോലെ ഇന്നലെ ഇത്രയായിരുന്നെങ്കിൽ എന്തായാലും ഒന്നിച്ച് കയറി കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല എത്തുമെന്ന്, അറിയത്തില്ല. പിന്നെ അവനായതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വന്ന് ഞാൻ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വീണ്ടും 2026 കയറിയിരിക്കുന്നു ഗൈസ് വെള്ളം ചതിച്ച്. ഗൈസ് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറിയേ. എനിക്കിപ്പോൾ കുറച്ച് നേരമായി. ഇപ്പോൾ ഏതായാലും ഒരു 10:30-11 മണി ആവാറായി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറി. ശരിക്കും പറഞ്ഞാൽ അകത്തോട്ട് കറണ്ട് ഇല്ല. ഇപ്പം കറണ്ട് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ഗേസ് കാണുന്നുണ്ടോ? ഇത് ഇപ്പം എൻ്റെ റൂമാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഈ അലമാരിക്കകത്തുനിന്ന് ഇതിന് 2 തട്ടേ മാറ്റിയുള്ളായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം ഒരുവിധം മാറ്റി തുടങ്ങി. എല്ലാ ഇതും മാറ്റി തുടങ്ങി. കാരണം നല്ല ഇതായിരിക്കും, നല്ല മഴ വെള്ളപ്പൊക്കം ആയിരിക്കും എന്ന് പറയുന്നൊരു ഇത് കേട്ടപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാം ഇവിടുന്നെല്ലാം മാറ്റി. വെള്ളം ഇപ്പോൾ ഇച്ചിരി കൂടെ കയറി തുടങ്ങി. ഇപ്പം കാലിൻ്റെ ഇവിടം വരെയൊക്കെ ആയി. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഉണ്ട് മാറ്റാൻ. നമ്മുടെ അലമാരി അങ്ങനത്തെ സാധനങ്ങളൊന്നും നോക്കുന്നില്ല. നമുക്ക് വേണ്ടിപ്പെട്ട പേപ്പേഴ്സ്, കാര്യങ്ങൾ, പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, പിന്നെ കുറച്ച് ഡ്രസ്സുകൾ, അങ്ങനത്തെ, പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ, നമ്മുടെ TV, അതൊക്കെ ഒന്നും അറിയില്ല. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. കുറച്ച് തട്ടിലോട്ട് കയറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളെ കൊണ്ടാവുന്ന വിധം. ഇനി ബാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടം വരേക്കാണ് ഇപ്പം നിൽക്കുന്നത്. കുറച്ചും കൂടെ കയറിയിട്ടുണ്ട്. വീടിൻ്റെ പടിയൊക്കെ ക്രോസ് ചെയ്ത്. നേരത്തെ രാവിലെ അത്ര ഇല്ലായിരുന്നു. ഇറങ്ങുമെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ പടി ഇങ്ങോട്ട് ക്രോസ് ചെയ്ത കാരണം ഞങ്ങൾ വീണ്ടും സാധനങ്ങളൊന്നും കൂടെ മുകളിലോട്ട് എടുത്തു വെച്ചു. ആക്ച്വലി നമ്മളാണ് സേഫായിട്ട് ഇരിക്കേണ്ടതെന്ന് നന്നായിട്ട് അറിയാം. പക്ഷെ എങ്കിൽ പോലും നമുക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടെന്നേ. കുറേ പേപ്പേഴ്സ്, അമ്മയ്ക്ക് ആവശ്യമുള്ള നമ്മുടെ ബാങ്കിൻ്റെ അങ്ങനത്തെ അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ തപ്പിയെടുത്തിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ വീടിന് മുന്നിൽ കൂടെ വീണ്ടും ഒരു കാഴ്ച, അതായത് വള്ളത്തിൽ പോകുന്ന ആൾക്കാരെയൊക്കെ വീണ്ടും കാണാൻ പറ്റി. ഇങ്ങനെയാണ് യൂഷ്വലി. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മുടെ പട്ടിക്കുട്ടികളെ എല്ലാം നമ്മൾ മുകളിൽ കയറ്റി സേഫാക്കി വെച്ചിട്ടുണ്ട്. ജിമ്മിയാണത്. ലക്കിക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവന്മാരുടെ ഫുഡാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാഞ്ഞത്. പക്ഷെ നമുക്കുള്ള പോലെയൊക്കെ തന്നെ കൊടുക്കാം. പിന്നെ കുറച്ച് ആൾക്കാരെ കണ്ടോ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അതായത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തോട്ട് വീണ്ടും താഴ്ചയുള്ളത് കൊണ്ട് നന്നായിട്ട് വെള്ളം കയറുമെന്നേ. അപ്പോൾ അവരെയൊക്കെ സേഫായിട്ട് റെസ്ക്യൂ ടീം വന്നിട്ട് അക്കരയിൽ എത്തിക്കണതാണ്. അതായത് ജംഗ്ഷനിലോട്ട് എത്തിക്കണതാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചേട്ടന്മാരൊക്കെ വരുമെന്ന്. അതിലൊരെണ്ണമാണ് ഇവൻ. ഓക്കെ, അപ്പോൾ ഇവനും സേഫായിട്ട് നമ്മുടെ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഗൈസ് ഇപ്പോൾ കുറച്ചധികം വെള്ളം കയറി കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാം സാധനങ്ങളൊക്കെ കട്ടിൻ്റെ മുകളിലോട്ട് വെച്ചേക്കാണ്. അത് ഡ്രോയൊക്കെ കംപ്ലീറ്റ് ഊരിയെടുത്തു. പിന്നെ അലമാരിക്കകത്തു നിന്നുള്ളതെല്ലാം ക്ലിയർ ആക്കി. അങ്ങനെ മുഴുവൻ ചെളി വെള്ളം പോലത്തെ വെള്ളമാണ് കയറി വരുന്നത്. ഭയങ്കര അഴുക്ക് പിടിച്ച ഒരു വെള്ളമാണ് കയറി വരുന്നത്. ഇതാണ് ഇപ്പുറത്തെ റൂം. ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ എനിക്കൊന്ന് കസേരയൊക്കെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും തോന്നുന്നു. കാരണം അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളം അങ്ങനെ തന്നെ ആയിരുന്നു. അറിയത്തില്ല ഇനി കയറുമെന്ന്. കുറഞ്ഞു മതിയായിരുന്നു. കാരണം ഇപ്പം ഇത്രയും കയറുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ തട്ട് വരയ്ക്കൊക്കെ കയറി. ഇതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പെട്ടെന്ന് വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വീട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസിയാണ്. കാരണം അവിടെ അത്രയും വെള്ളം കയറത്തില്ല മുകളിലോട്ട്. പിന്നെ ഇവിടെ നമുക്ക് മുകളിലോട്ട് സ്റ്റെയർ ഉണ്ട്. അവിടെയാണ് ഇപ്പം നമ്മൾ ലക്കിനെയും ജിമ്മിനെയും ഇട്ടേക്കുന്നത്. ഇനിയും വെള്ളം കയറാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഇതുപോലെ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തുള്ള ഏരിയയിലുള്ള മിക്ക ആൾക്കാരുടെയും വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന അമ്മയൊക്കെ ഇത് നടന്നു വരുന്നു. വാ, അതെ, എല്ലാവരും ചിരിച്ചാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടപ്പോൾ എങ്ങനെ ചിരിക്കാൻ പറ്റുന്നൊക്കെ ചോദിക്കണേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്നേ. നമ്മൾ മാക്സിമം സാധനങ്ങളൊക്കെ എടുത്ത് എല്ലായിടത്തും കയറ്റി വെക്കുക. പിന്നെ അതേപോലെ എൻ്റെ കുറേ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ ബാഗിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പേപ്പറും കാര്യങ്ങളും, പിന്നെ അപ്പുറത്ത് പുതിയ വീട് താമസിക്കാൻ പോകുന്ന ആ സ്ഥലത്തിൻ്റെ ആധാരവും, അങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങനെ എടുത്ത് വെച്ച്. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ഫയൽസും
അതേപോലെ തന്നെ മെഡിസിൻസ്, പിന്നെ ഈ ടോർച്ച്, പിന്നെ പിന്നെ നമ്മളുടെ ക്യാൻഡിൽ. കാരണം നൈറ്റ് ആകുമ്പോൾ കറണ്ട് ഇല്ലല്ലോ, കറണ്ട് ഓൾറെഡി അവർ രാവിലെ ആയപ്പം ഓഫ് ചെയ്തിട്ടു. അപ്പോൾ കറണ്ട് ഇല്ലാത്ത കാരണം ക്യാൻഡിൽസ്, പിന്നെ എന്താ പറയുക, അങ്ങനെ നമുക്ക് ഇപ്പോൾ റൈറ്റ് നൗ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം തപ്പിയെടുക്കുകയാണ്. ഓർമ്മയിൽ വരണില്ല ശരിക്കും പറഞ്ഞാൽ. ഈ സമയത്ത് എല്ലാവർക്കും ഉള്ള ടെൻഷനാണ്. കാരണം വെള്ളം കയറുമ്പോൾ അതെടുക്കണം, ഇതെടുക്കണം, മാറ്റി വെക്കണം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുക. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ആദ്യം തന്നെ ചിന്തിച്ചത് ഇത്രയും പൊങ്ങത്തില്ലായിരിക്കും, കുറച്ചേ പൊങ്ങത്തുള്ളൂ, വെള്ളം അത്രയും കയറത്തില്ലായിരിക്കും എന്നാണ് വീട്ടിൽ വിചാരിച്ചത്. പക്ഷെ ടിവിയുടെ മറ്റേ നമ്മുടെ വൈഫൈ ഒക്കെ ഇരിക്കുന്ന താഴെയാണ്, നമ്മുടെ തറയിലാണ് വൈഫൈ ഒക്കെ വെച്ചേക്കുന്നത്. അപ്പൊ അതാദ്യം മൈൻഡിൽ പോയി, ഏറ്റവും താഴെ എന്താ ഇരിക്കുന്നതെന്നുള്ളതാണ് ആദ്യം ചിന്തിച്ചത്. അപ്പൊ നോക്കിയപ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, അപ്പൊ അത് ആദ്യം എടുത്ത് മേലോട്ട് വെച്ചു. പിന്നെ എന്താ പറയാ, അമ്മ പറഞ്ഞു ഫ്രിഡ്ജ് ഇനി നിലത്ത് വെക്കേണ്ട, ചിലപ്പോൾ വെള്ളം കയറി കേടായി പോകുന്ന പറഞ്ഞാൽ ഫ്രിഡ്ജ് മേളിലോട്ട് കയറ്റി വെച്ചു. ഇതിന് ശേഷമാണ് നമ്മൾ പിന്നെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആട്ടോ, എനിക്കിപ്പം വന്ന തോട്ടിൽ വരുന്നത് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അലമാരിയുടെ അടിത്തട്ട് മാത്രം ക്ലിയർ ചെയ്തു. കാരണം ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് ലൈറ്റ് ഉണ്ട്, നൈറ്റ് ആയാൽ ലൈറ്റ് ഉണ്ടാവത്തില്ല. പിന്നീടാണ് ഓരോ കാര്യങ്ങളും ഓർമ്മ വന്നത്. ഇനി ഫോണിൽ ചാർജ് ഉണ്ടാവില്ല, ഫോൺ ഓഫായി പോവും. ബാക്കപ്പിന് വേണ്ടി ഇന്നലെ തന്നെ ഞങ്ങൾ മറ്റേ പവർ ബാങ്കിൽ ഫുൾ ചാർജ് ആക്കി വെച്ചു. പിന്നെ ക്യാൻഡിൽസ് വേണം, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചായിരുന്നു. ഇനി എന്തെങ്കിലും പോകാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് അരിയും സാധനങ്ങളോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചു. പിന്നെ നമ്മൾ നോക്കിയത് ഇലക്ട്രോണിക് ഐറ്റംസ്, അതായത് എൻ്റെ ലാപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് എവിടെയെങ്കിലും കുറച്ചുകൂടെ മുകളിലോട്ട് എടുത്തു വെച്ചു. പിന്നെ വേറെ ഒന്നുമില്ല, സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, പിന്നെ ക്യാൻഡിൽസ്, പിന്നെ ഇത്രയും കാര്യങ്ങൾ തന്നെ. ഇതൊക്കെ തന്നെ ഞങ്ങൾ സേഫ് ആയിട്ട് എടുത്തു വെച്ചു. പിന്നെ പേഴ്സ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ പാക്ക് ചെയ്ത് എല്ലാം മാറ്റി വെച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു ഐഡിയ കിട്ടത്തില്ല, എവിടെയാണ് നമ്മുടെ പേഴ്സ് ഇരിക്കണം, അല്ലെങ്കിൽ എവിടെയാണ് ആ സാധനം ഇരിക്കണം, ഈ സാധനം ഇരിക്കണം എന്നൊന്നും ഓർമ്മ വരത്തില്ല. അപ്പം എല്ലാം കൂടെ എടുത്ത് ബെഡിലോട്ട് എടുത്ത് നിവർത്തി ഇട്ടിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് നൈറ്റിലോട്ട് വേണ്ട കാര്യങ്ങളെല്ലാം എടുത്ത് സേഫ് ആക്കി വെച്ചേക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ലക്കിയും ജിമ്മിയും, 2 പട്ടിക്കുട്ടികളാണ്, അവരെ നമ്മൾ ഓൾറെഡി മേളിൽ കൊണ്ടാക്കി അവിടെ കെട്ടി വെച്ചേക്കാണ്. പിന്നെ അതിനുള്ള ഫുഡും ഈ പറയുന്ന പോലെ അധികം സ്റ്റോക്കൊന്നും ഇല്ല, കാരണം എക്സ്പെക്ട് ചെയ്തില്ല വീട്ടിലോട്ട് കയറുമെന്ന്, അല്ലെങ്കിൽ ഇത്രയും വരുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ അവർക്കുള്ള സ്റ്റോക്കൊന്നും ഇല്ല. പക്ഷെ ഉള്ളതിൽ നമ്മളുള്ള ഫുഡൊക്കെ കൊടുത്ത് ജീവിപ്പിക്കും. അല്ലാണ്ട് പിന്നെ നേരത്തെ ഇട്ട പോലെ വീഡിയോ പർപ്പസ്ലി എടുത്ത് ഭയങ്കര ചില്ലാക്കി കാണിക്കാം എന്നുള്ള മൈൻഡിലൊന്നും ചെയ്തതല്ലേ. ആ സമയത്ത് അത്രേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് രാവിലെ കണ്ണ് തുറന്ന് നോക്കി നേരെ നിലത്തോട്ട് കാല് കുത്തിയപ്പോഴാണ് വെള്ളം ചെറുതായി കയറി തുടങ്ങിയെന്ന് മനസ്സിലായി. അതിനുശേഷം പിന്നെ ബാക്കപ്പ് പ്ലാൻസ് ആയിരുന്നു, എല്ലാം എടുത്ത് വെക്കണം, ഇന്ന് മാറ്റണം. പക്ഷേ പട്ടിക്കുള്ള ഫുഡ് മാത്രം കുറച്ച് എടുത്ത് വെക്കാനായിട്ട് വിട്ടുപോയി. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ ഉള്ള പോലെ നമ്മൾ അതിനെ നോക്കും. പിന്നെ അത്യാവശ്യം അമ്മ പൈസയൊക്കെ ഉണ്ടാവും, പൈസയ്ക്ക് എണ്ണി വയ്ക്കുന്നു. എന്തെങ്കിലും ആവശ്യം വേണ്ടി വന്നു കഴിഞ്ഞാലുള്ള അത്യാവശ്യം ആൾക്കാർക്ക് നമുക്ക് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി കൊടുത്തു വിടണമല്ലോ. അപ്പം അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അതിന് ഭയങ്കര താങ്ക്ഫുൾ ആണ്. കാരണം അവരൊക്കെ നമ്മളോട് എപ്പോഴും ചോദിക്കും എന്താണ് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ പറയും, നമ്മൾ പോയി വാങ്ങിച്ചിട്ട് വരാം. കാരണം അവരുടെ കയ്യിൽ വെള്ളം ഉണ്ടെന്നേ. അപ്പോൾ ആ വള്ളത്തിൽ പോയിട്ട് അവർ പോയി നമുക്ക് വാങ്ങിച്ച സാധനങ്ങൾ എത്തിച്ചു തരും. ഇനിയും കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് മാറേണ്ടി വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ജസ്റ്റ് നിങ്ങളോട് ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി, ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എനിക്കിപ്പോൾ തോന്നുന്നത് ഇതുപോലെ വെള്ളം കയറുന്ന വീട്ടിൽ മെയിനായിട്ട് ആദ്യം ചിന്തിക്കേണ്ടത് മെഴുകുതിരി, ഈ പറയുന്ന പോലെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, പിന്നെ അതേപോലെ എനിക്ക് ഫസ്റ്റ് ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ. കാരണം നമുക്ക് എന്തെങ്കിലും അപകടം പറ്റുവാണെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ സേഫായിട്ട് എടുത്ത് വെക്കുക. അങ്ങനെ ഒരു നമ്പർ നിങ്ങളുടെ ഞങ്ങളുടെ വാർഡിൽ വെച്ചിട്ടാണ് ആ നമ്പരൊക്കെ തരുന്നത്. ഇന്ന ആൾക്കാരെ വിളിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ള നമ്പറുകളൊക്കെ നമ്മൾ കോണ്ടാക്റ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടിയ സാഹചര്യങ്ങൾ വരുമ്പോൾ അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ പറയാനുള്ളൂ ഈ വ്ളോഗിൽ. നിങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇരിക്കുക. ഞാനിപ്പോഴും സേഫ് ആൻഡ് സെക്യൂർ ആണ്, കുഴപ്പമൊന്നുമില്ല. മാക്സിമം നമ്മളെ കൂടെ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ രക്ഷപ്പെടാനായിട്ട് നോക്കും. അത് ഇത്രമാത്രം വെള്ളം കയറത്തില്ലെന്നാണ് ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ. ഇനി എന്തെങ്കിലും വന്നാൽ നമ്മളത് അതിനുള്ള എന്തെങ്കിലും ബാക്കപ്പ് നമ്മൾ പ്ലാനാക്കി വെക്കും. പിന്നെ വീഡിയോ ഫണ്ണി ആയിട്ട് ഇതായിട്ട് കാണിക്കുന്നത് ഗൈസ്, നിങ്ങൾ ആരും പാനിക് ആവണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയൊന്നും അല്ലെന്നേ, ചുമ്മാ ഒരു മൂഡിലങ്ങ് എടുത്തു പോയതാണ്. അപ്പോഴാണ് ഞാൻ ഓർത്ത് ഇന്നും അതിൻ്റെ ബാക്കി കാണിക്കാം, കാരണം വെള്ളം കയറിയെങ്കിൽ അത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ
ഗൈസ്, അപ്പോൾ ബാക്കി നമുക്ക് നാളെ കാണാം. ഇന്ന് ഇത്ര വരെ ഉള്ളൂ. ഇനിയിപ്പോൾ ഫോൺ ഓഫായി പോകുന്ന ഒരു പേടി കൊണ്ടിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു വെക്കുന്നത്. ഇതപ്പം ഓഫായി പോയി കഴിഞ്ഞാൽ അപ്ലോഡ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ് സ്റ്റേ ട്യൂൺ. പിന്നെ അമ്മയുടെ ഫോൺ പേടിക്കേണ്ട, എൻ്റെ ഫോൺ ഓഫ് ആയാലും അമ്മയുടെ ഫോൺ സേഫ് ആൻഡ് സെക്യൂർ ആണ്. അതിൽ നെറ്റെല്ലാം ഓഫ് ചെയ്ത് വേണ്ട സാഹചര്യത്തിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വ്ലോഗ് ആൻഡ് ബി സേഫ്. ഗൈസ്, നമ്മൾ നേരത്തെ വീടിന് പുറത്ത് വെച്ച് കണ്ടായിരുന്നു. അതേ ഇപ്പം നമ്മുടെ വീടിന് അകത്ത് വന്നു കേട്ടോ. അപ്പോൾ വീടിന് അകത്ത് ഇപ്പം കയറിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പടിയൊക്കെ വെള്ളം കയറി. അപ്പോൾ ഗൈസ്, ഗേറ്റ് തുറന്നിട്ടത് വേറൊന്നുമല്ല, ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തരുന്നത് വള്ളത്തേലായിരിക്കും. അപ്പോൾ ഗേറ്റ് നേരത്തെ അടച്ചിട്ടേക്കുമായിരുന്നു. പപ്പ പോയിട്ട് ഇപ്പോൾ അത് തുറന്നിട്ടു. അപ്പോൾ അതൊക്കെ കയറി, ആ പടിയെല്ലാം കയറി. പിന്നെ ഓരോ ചെറിയ അരണക്കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്നു. പിന്നെ ഇവിടെ കണ്ടേ വരണം. എന്തേലും കാലിലോട്ട് കയറിയാൽ പിന്നെ പേടിയാണ്. ഗൈസ്, അപ്പം മഴ ഒന്ന് നിന്നു. കുറച്ച് നേരത്തേക്ക് മഴ ആയിരുന്നു. ഇപ്പം മഴ കംപ്ലീറ്റ് ആയിട്ടൊന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് സഞ്ജു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, കാരണം ആ ഒരു ഭാഗത്തൊക്കെ നല്ല വെള്ളമായിരിക്കുന്നേ. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നടന്നു വരാൻ ഭയങ്കര പാടാണ്. ഇനി എന്ത് റെസ്ക്യൂ ചെയ്തിട്ട് അടങ്ങൂ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അറിയത്തില്ല പകുതിക്ക് വെച്ചാൽ ബാക്ക് ഔട്ട് ചെയ്യുമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു വരുവാണെങ്കിൽ ചങ്ങനാശ്ശേരി ആ AC റോഡില്ല, അവിടെയും വെള്ളം കയറി കിടപ്പുണ്ട്. ഇപ്പുറത്തൂടെ വരാൻ എന്തായാലും പറ്റത്തില്ല, കോട്ടയത്തോട്ട്. അവിടെ നല്ലപോലെ വെള്ളം കയറി. അപ്പോൾ ചങ്ങനാശ്ശേരി റോഡിൽ പിന്നെയും വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കാം അവൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇതുവരെ എത്തിയിട്ടില്ല. ലക്കി ദേ ഇവിടെ ഉണ്ട്. പിന്നെ ജിമ്മി ദേ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്, വരുമോ ഇല്ലയോ. അവൻ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വീട്ടിൽ വെള്ളം കയറുമെന്ന് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടാകും. വരാൻ പറ്റുമോ, അതിന് നീന്തലൊക്കെ അറിയാൻ കേട്ടോ. അപ്പം അതുകൊണ്ട് നീന്തിയാണെങ്കിലും വരുമായിരിക്കും, നോക്കാം. അപ്പോൾ ഇത് നേരത്തെ കണ്ട അരണക്കുഞ്ഞാണ് കേട്ടോ. അത് ദേ ഇപ്പം നീന്തി ഇതേ നമ്മുടെ റൂമിലോട്ടും കയറിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒരുപാട് സാധനങ്ങളാണ് ഈ ചേട്ടന്മാർ നമ്മുടെ വീട്ടിലോട്ട് കയറി വരിക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം എല്ലാത്തിനും കണ്ട് സ്പോട്ടിൽ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇറങ്ങുമ്പോൾ അടിച്ചിറക്കണമല്ലോ. അമ്മേ, ദൈവം അനുഗ്രഹിച്ച് അടുത്ത വർഷം വെള്ളം പൊങ്ങുന്നതിന് മുന്നേ ഞാൻ അമ്മേനെ പുതിയൊരു വീട്ടിലിരുത്തിയിരിക്കും. ഓർത്ത് വെച്ചോ കേട്ടാ. അത്രേ ഉള്ളൂ. അമ്മേനെ ഈ വീട്ടിൽ നിന്ന് മാറ്റി, ഈ കഷ്ടപ്പാടിൽ നിന്ന് മാറ്റി ഉറപ്പായിട്ടും അടുത്ത വർഷം ഞാൻ പുതിയ വീട്ടിൽ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് കൊണ്ട് ഇരുത്തിയിരിക്കും അമ്മ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗൈസ്, അങ്ങനെ ദേ സഞ്ജു തുഴഞ്ഞ് എത്തി വരുന്നുണ്ട്. ഞാൻ ദേ കാണിച്ചു തരാം കേട്ടാ. ദേ എനിക്കൊന്നും അവനും വ്ലോഗ് എടുത്തോണ്ട് വരുന്നേന്ന് തോന്നുന്നു കേട്ടോ. ദേ 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 ഓ, എന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടി വന്നതാണ്. റെസ്ക്യൂ ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ രക്ഷപ്പെടുത്തെന്നൊക്കെ പറഞ്ഞേക്കുന്നു. ആക്ച്വലി കുറച്ച് സർട്ടിഫിക്കറ്റും പേപ്പറും പാസ്പോർട്ടും ഒക്കെ ഉണ്ട്. അപ്പം അത് മാറ്റി വെക്കാനാണ് ഞാനിപ്പോൾ പോണത്. അതെ, എന്റെ പൊന്നെ, ഇതാരത്? എന്റെ വീട്ടിലോട്ട് മറ്റേ കേറി മുങ്ങണൊന്ന്. എങ്ങനെയുണ്ട്? ഇല്ല, കേറിയില്ല. മീനൊന്നും വന്നില്ല. എവിടെ ആണാ? അത് ഇവിടെ ഉണ്ട്, പേടിക്കണ്ട. തേള്. അങ്ങനെ സഞ്ജു വെള്ളപ്പൊക്കത്തിൽ കോട്ടയത്തോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു. എന്തേ ജിമ്മി മോളിൽ നോക്കണം. ജിമ്മിക്ക് അറിയാം. നമുക്ക് രക്ഷപ്പെട്ട് പോവാ. മിക്കാറും ഇങ്ങനെ പോകുവാണെങ്കിൽ ഇതൊക്കെ മുങ്ങിപ്പോകും കേട്ടോ വീടൊക്കെ രാത്രി. സ്കൂട്ടിയൊക്കെ എപ്പോ എടുത്ത് ബുക്ക് വെച്ച് സ്കൂട്ടി ഇന്നലെ രാത്രി മൊത്തത്തിലാണെങ്കിൽ
അത് അങ്ങോട്ട് ചെയ്തിരുന്നോ? മൊത്തത്തിൽ പോയിട്ട് ഞാനപ്പോ നിർത്തുകയാണ്. അവൻ റെസ്ക്യൂ ചെയ്യാനായിട്ട് എത്തിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ മാറ്റണമെന്ന്. ഇനി വെള്ളം മുങ്ങിയാൽ ഞാൻ സേഫ് ആയിട്ട് ഇരിക്കത്തില്ല. അപ്പൊ ഞങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് വെക്കട്ടെ. നിന്നോട് ആരാ പറഞ്ഞു ഇത്ര പെട്ടിട്ട് വരാൻ? ഇത്ര വെള്ളം വിചാരിച്ചില്ല കേട്ടോ. എങ്ങനെ ആദ്യമായിട്ടല്ലേ? അല്ല ഇങ്ങനെയൊക്കെ ഞാൻ അവളുടെ പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വീട്ടിലോട്ട് ഇങ്ങനെ കയറി പോകാൻ ആദ്യമായിട്ടോ. വെൽക്കം ടു മൈ ഹോം. ഞങ്ങളുടെ സ്ഥലമൊക്കെ ഉണ്ടാ എന്ത് ഫാർ ബെറ്റർ. അയ്യോ ഇവിടെ നിന്ന് ചൂണ്ടിടാൻ പറ്റും കേട്ടോ സിമ്പിൾ ആയിട്ട്. കുറച്ച് കഴിയുമ്പോ ഞാൻ പറഞ്ഞ ആൾക്കാരൊക്കെ ഇങ്ങനെ കേറി വരും കേട്ടോ ഭിത്തിയില്. അവിടെ ഞാൻ കണ്ടു ഒരു വലിയൊരു സാധനം. ഞാനിവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പാമ്പിനെ കണ്ട നല്ല ഒഴുക്കുണ്ട് കേട്ടാ. പാമ്പിനൊന്നും കണ്ടില്ല. അപ്പൊ വരാറായിട്ടില്ല വരുന്നു. അപ്പൊ ഗൈസ് ബൈ, ഞങ്ങള് ഒന്ന് സെറ്റ് ആക്കട്ടെ. ഓക്കെ അപ്പൊ ഗൈസ് ഞങ്ങൾ പോവാണ്. സാധനങ്ങളെല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും നമ്മളെ ഒത്തിരി കൊണ്ട് പോവാണ്. മമ്മി ഇപ്പഴും സമയമുണ്ട് വായോ. ഞാൻ ഇപ്പഴും പറയാ വാ എന്നാ. തണുക്കുന്ന ഞാനവിടെ ഒഴുകി അവിടുന്ന് വന്നു. അപ്പോഴും തണുക്കണല്ലോ പണ്ടാരം. എനിക്ക് ഒരു മിനിറ്റ് ഞാനൊന്ന് ഇനിയൊന്ന് ഗൈസ് നമ്മുടെ കയ്യിൽ കുറേ വേണ്ടപ്പെട്ട സാധനങ്ങളെല്ലാം തന്നു വിട്ടിട്ട് അതെല്ലാം കൊണ്ട് സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പറഞ്ഞു വിട്ട്. അതുകൊണ്ട് പപ്പായും അമ്മയും ജിമ്മിൽ ലക്കിയെല്ലാം വീട്ടിൽ തന്നെയാണ്. ഞാൻ ഒരുപാട് നിർബന്ധിച്ചു, പക്ഷെ എന്ത് ചെയ്താലും അവർ വരത്തില്ല. കാരണം ഈ വെള്ളം ഇറങ്ങി പോകുന്നതോടൊപ്പം തന്നെ ഇതെല്ലാം അടിച്ച് വൃത്തിയാക്കണം എന്ന് പറഞ്ഞാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് വരാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, വെള്ളം കയറുമ്പോൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇരിക്കുക, പ്രിക്കോഷൻസ് എടുക്കുക, പറ്റുന്നതും അവിടുന്ന് മാറി താമസിക്കുക. തണുക്കുന്നില്ലേ? പതുക്കെ പോടാ. ഇവിടുന്നേ നിന്റെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പറയാം 1 മണിക്കൂർ എത്തും. ഞാൻ തന്നെ അത്യാവശ്യം സ്പീഡിൽ നടന്നിട്ട് 3/4 മണിക്കൂർ പറ്റാൻ കണ്ടെടുത്ത് ഇവിടത്തെ. ഓ ഇവിടെയൊക്കെ ഒരു സത്ത് മുങ്ങി പോകേ സോയ്ക്കോ ബാബാ. ഞാൻ പൊങ്ങി നിൽക്കുന്നു. അമ്മ കളിക്കാൻ അമ്മ ഇറങ്ങി നോക്കപ്പ. നിനക്ക് എന്നെ കയ്യിൽ പൊക്കോളടി. പൊങ്ങി നിക്കണേ ഞാന്. കാലിങ്ങനെ എത്തിക്കുത്തി തിങ്ങനെ നിക്കണേ. എടാ ഭയങ്കര ഇതാണോ? എന്താണെന്ന്? ഇല്ല അത് മുട്ടത്തൊന്നുമില്ല. ഇല്ല അപ്പൊ കഴിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടാ. ഇതോ നീന്തിയാലോ നമുക്ക്. ഇവിടെ കുഴപ്പമില്ലെന്നല്ലേ. ഗൈസ് സീൻ കേട്ടാ. ഇവിടെ നേരത്തെ ഞാൻ വന്നില്ല, അതിനേക്കാളും വെള്ളം കൂടിയെന്ന് തോന്നുന്നു ഇപ്പൊ. ഓ ആ മനസ്സിലായി. ആ പിന്നെ ഇവിടെ എല്ലാം കാണാൻ പറ്റുമല്ലോ കുഴിയാണെന്നൊക്കെ. ആ മനസ്സിലായി. ഓ കാല് കിടക്കുന്നു കേട്ടോ ഇങ്ങനെ കുത്തി കിടന്നിട്ട്. ഓ ആ ഇല്ല നീ പോകുന്നില്ല. അയ്യോ ഗൈസ് ഇവിടുന്ന് ഒന്ന് മാറട്ടെ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ നടക്കുന്നില്ല. നീ ആ ഗേറ്റ് പിടിച്ച് നടന്നോ, ഇല്ലെങ്കിൽ പോകത്തില്ല. ആ ഓ ടാസ്ക്കാണ് ഗൈസ്. കൊറേ ബാഗും ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ സീനാ. ഇതിനാടി കുറച്ച് വല്ലതും എടുത്തോണ്ട് വന്നോന്ന് പറയണം. അയ്യോ അയ്യോ ചത്ത് കൈസ്.
ഇപ്പൊ ഏകദേശം ഒരു ചെറിയ സേഫ് സോണിൽ എത്തിയിട്ടുണ്ട്. കാരണം അവിടെ ഭയങ്കര മുങ്ങി കിടക്കുമായിരുന്നു. ഇനി അങ്ങോട്ട് വലിയ പാടില്ല, പക്ഷെ നല്ല ഒഴുക്കായതുണ്ടോ, ഒഴുക്കിനെതിരെ നടക്കൊണ്ട് ഭയങ്കര കാല് വേന എടുക്കുന്നു. പിന്നെ നല്ല ഒഴുക്കാ. ഇത്രയും താഴ്ച ഇനി അങ്ങോട്ടുണ്ടോ? ഇല്ലില്ല, അത്ര ഇല്ല. അപ്പൊ ഗൈസ് എന്റെ വീടിന്റെ പറ്റാട്ടോ അത് മീനച്ചിലാറ് ഞാൻ ഇന്നലെ കാണിച്ച സ്ഥലം അതാണ് കേട്ടോ ആറ് ഒഴുകുന്ന. ഇവിടെ നല്ല നല്ല ഒഴുക്കുണ്ട് കേട്ടാ. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ ജംഗ്ഷനിലോട്ട് പോവാണ്. അവിടെയാണ് ഞാൻ ഇന്നലെ രാത്രി വണ്ടി ഇട്ടത്. അപ്പൊ അവിടെ കയറി നമുക്ക് രക്ഷപ്പെട്ട് ഓടിപ്പോ. അവിടെ എന്റെ വീടിന് ആ ഒരു ഞാൻ പറയണേ കുഴിന്റെ ആ ഒരു സ്ഥലം അവിടെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടാ. ഞാനൊക്കെ പേടിച്ച് സഞ്ജയ്ക്കാണെങ്കിൽ ഇങ്ങനെ തൊട്ടിലേക്കുള്ളു. ഉരുണ്ടുപോയാല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തൊട്ട് തൊട്ട് പൊക്കോളാൻ ഇങ്ങനെ ഉന്നി ഉന്നി വിടുന്നത് ഒഴുകി പൊക്കോളാൻ. അവിടെ എത്തുമ്പോ കാണാന്ന്. അവിടെ മാത്രമേ റിസ്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊന്നും കുഴപ്പമില്ല, അതൊന്നും ഓക്കെയാണ് നമുക്ക്. ഓ എന്റെ പൊന്നെ കാലും കിടക്കുന്നില്ല ഇങ്ങനെ ഒഴുക്കിന്റെ എതിരെ നമ്മൾ നടക്കുന്നത്. അപ്പൊ ആ ഒരു കാലിന്റെ അടി ഭയങ്കര വേനെടുക്കുന്നു. ഞാൻ വിചാരിച്ചു മിക്കവാറും ഇവന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ മുക്കി കളയും. ആ ശരി, ഇവിടെ വൺ ടാസ്കാ. അപ്പൊ അയ്യോ മീനിച്ചിനാണ് അങ്ങോട്ട് പോയി എടുക്കാതെ. ആറിന്ന് ഒഴുകി വരുന്നുണ്ടോ ഞാൻ ശരിക്കും പറഞ്ഞാലേ നേരത്തെ ഒരു കുഴി കണ്ടില്ലായിരുന്നു നമ്മൾ വെള്ളത്തിൽ ഇത്രയൊക്കെ മുങ്ങിയത്. ആ ഭാഗം വന്നപ്പോ ഉണ്ടല്ലോ നമുക്ക് കാലൊക്കെ കഴക്കണ് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫ്ലോയും കൂടെ ആയപ്പോ ശരിക്കും പറ്റണില്ലായിരുന്നു. പക്ഷെ വീഡിയോ ഒക്കെ അത് കണ്ടതൊന്നും തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തിട്ടാ നീന്തി വന്നേന്നൊന്നും അതിൻ്റെ അത് കണ്ടിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. ഭയങ്കര അടിയൊഴുക്കുണ്ട്, നമുക്കത് മനസ്സിലാകത്തില്ല. ആ വീഡിയോയില് തോന്നുന്നില്ല. പക്ഷെ അവിടെ നിന്നിട്ട് സ്ട്രഗിൾ ചെയ്തപ്പോ ഞാനൊന്ന് പേടിച്ച്. ഞാൻ ഒന്ന് വരണ്ട്. ഓക്കെ, ഇപ്പൊ എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം മുങ്ങിപ്പോകും, ബാഗിൽ ലാപ്ടോപ്പ് എല്ലാം പോകും. അതെ അതെ, എന്നെ ഉന്തി വിടുന്നത്. ഓക്കെ ആ ഒഴുക്കിന് പൊയ്ക്കോളെ. ഞാൻ ഒഴുകിയാലും അവിടെ എത്തുമല്ലോ എന്നുള്ളൊരു മൈൻഡില്ല. അവൻ ഇതൊന്നും ഒരു മൈൻഡേ ഇല്ല. ഏത് സർട്ടിഫിക്കറ്റ് ലാപ്ടോപ്പ് അതൊന്നും ഇല്ല. ഒഴുകി പോയിട്ട് അവിടെ ചേർന്നോളൂ എന്ന്. അപ്പൊ കുഴപ്പമില്ല. ഇനി ഇവിടെ ഇത്തിരിയുള്ള ഇതുപോലെ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോ ഇത്തിരി ആഴമുണ്ട്. ഇപ്പൊ വന്നത്രൊന്നുമില്ല. ഓ അതൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. അതെനിക്ക് പറ്റിയില്ല. അവിടെ അല്ലെങ്കിൽ എനിക്ക് പേടിയുള്ളൊരു സ്ഥലം ആ ഏരിയ ആയിരുന്നു. ആ ഏരിയ ഒന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ സമാധാനമായി. പിന്നെ ഞാനൊരു പാലം കാണിച്ചു തന്നില്ലേ ഇന്നലെ എൻ്റെ വ്ളോഗിൽ. ആ പാലം കേട്ടോ. അതെ ഇത് അങ്ങോട്ട് പോയിട്ട് ആണ് ആ പാലാണ്. ഇതേ അത് എന്റെ പൊന്നെ വെള്ളം കയറിയതുകൊണ്ട് ഇവിടെ വെള്ളം വന്നതാണ് ഇവരുടെ ഏരിയ മൊത്തം വെള്ളം ആക്കിയത് കേട്ടാ. എന്റെ വ്ളോഗിൽ ഇന്നലെ ഇത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി. ഇതിപ്പോ വീണ്ടും പൊങ്ങിയതാണ്. എന്റെ പൊന്നെ, ഇനി എന്റെ വണ്ടി കിടക്കണത് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോ അവിടെയാണ് വണ്ടി കിടക്കണത്. അങ്ങോട്ടാണ് ഞങ്ങളിപ്പോ പോണത്. അങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് വെള്ളമൊക്കെ കയറിയിട്ട്. അതെ, ഞങ്ങളവിടെ ഇങ്ങനെയൊന്നും വെള്ളം വരത്തില്ലെന്ന്. എനിക്ക് അതുകൊണ്ട് ഭയങ്കര പുതിയ എക്സ്പീരിയൻസാണ്. പിന്നെ ഞങ്ങളുടെ കുട്ടനാട്ട് ഏരിയ ഉണ്ട് കേട്ടോ, അവിടെയൊക്കെ വെള്ളം വരും. അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ താമസിക്കുന്ന അവിടെ ഒന്നും വരത്തിട്ടില്ല. പക്ഷെ ഇവിടേക്ക് വീണ്ടും അകത്ത് കയറിയപ്പോ തന്നെ ഭയങ്കര ടാസ്ക് കേട്ടോ. പിന്നെ നല്ലപോലെ വെള്ളം വന്നാൽ ഇവിടെയുള്ള ആൾക്കാർ ട്രാപ്ഡ് ആകാനും ചാൻസസ് ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും വീണ്ടും വേണ്ടി ഞാൻ പറയൂ കേട്ടോ, പറഞ്ഞ കാര്യം തന്നെ എല്ലാവരും സേഫ്റ്റി പ്രിക്കോഷൻ എടുക്കണം. അടുത്തുള്ള ക്യാമ്പ്സിലെ റിലേറ്റീവ്സിന്റെ വീട്ടില നിങ്ങൾ അങ്ങ് പോയേക്കണം കേട്ടോ. അതേ പറയാനുള്ളൂ. അതെ, പിന്നെ ഇവിടെ ഈ ഭാഗത്തേക്ക് റെസ്ക്യൂ ടീം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമെന്നേ. അതായത് അതെ, ഈ റെസ്ക്യൂ ടീം എനിക്ക് വേണ്ടി, ഓൺലി ഫോർ മീ. വേറെ കൊണ്ടുപോകുന്നുണ്ടോ ആരെങ്കിലും? അപ്പോൾ ഈ ഭാഗത്തോട്ടൊക്കെ നമ്മളെ വിളിച്ചൊക്കെ ചോദിക്കും. അവിടെ ഈ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ വരട്ടെ, നമ്മൾ കൊണ്ടുപോട്ടെ എന്നൊക്കെ വിളിച്ചൊക്കെ ചോദിക്കും. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല ഇതുവരയ്ക്കും. ഇനിയും കയറത്തില്ലെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. പക്ഷെ എങ്കിലും ഒരു സേഫ്റ്റി പ്രിക്കോഷന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് ഞാൻ ഇവൻ്റെ വീട്ടിൽ കൊണ്ട് വെക്കുന്നു അല്ലേ? അതെ. അപ്പം ഇനി നേരെ ആലപ്പുഴ ആ ഭാഗത്ത് AC റോഡ് അവിടെയൊക്കെ വെള്ളമുണ്ടോ? AC റോഡിൻ്റെ അവിടെ ഉണ്ട് ഇത്തിരി. അത് ചങ്ങനാശ്ശേരി അടുക്കാറാകുമ്പോ, അല്ലാണ്ട് ഞങ്ങളവിടെ ഒന്നും വിഷയമില്ല. ഓ
ഓഹ് ഇവരൊക്കെ അടിപൊളി. പക്ഷെ ഞങ്ങളുടെ റിവർ ഭയങ്കര സീനാണ്. ആക്ച്വലി നല്ലതാണ് വെള്ളം, പക്ഷെ ഇതുപോലെ വെള്ളം വരണ്ട. ഇത് ഇച്ചിരി സീൻ വെള്ളമാണ്. വീണ്ടും കാലിൻ്റെ മുട്ട് വരെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഫോർകാസ്റ്റിംഗ് പറയുന്നത് 2018 19 വന്നതിനേക്കാളും കൂടുതൽ വരുമെന്നല്ലേ പറയുന്നത്. അതെ അതെ അതെ, അതുകൊണ്ടാണ് എനിക്ക് പേടിയായത്. കാരണം അന്ന് വന്നത് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് ഇത് ഇത്രയും ലെവലിലുണ്ടായിരുന്നു വെള്ളം. അപ്പം ഞങ്ങൾ ഫുള്ള് മുകളിലായിരുന്നു. പിന്നെ കറണ്ട് ഇല്ല, ഫോണിൽ ചാർജ് ഇല്ല, ഒന്നുമില്ല. അത് കാരണം റെസ്ക്യൂ ടീം എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. രാത്രിയും രാവിലെയൊക്കെ എപ്പോഴും നമ്മുടെ ആ വീടിൻ്റെ അതിലെ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം കൂടുതലാണെന്നൊക്കെ പറയുന്നതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാൻ ഇത് മാത്രം എടുത്തൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഫൈനലി നമ്മളിത് കരക്ക് എത്തി കേട്ടാ. ഓ വെള്ളമൊക്കെ കുറഞ്ഞ് രക്ഷോട്ട്. ടാസ്ക് ആയിരുന്നു കേട്ടോ നടക്കാൻ. അതെ ഞങ്ങൾ കരയിലെത്തി. വെള്ളത്തിന്റെ വെയിറ്റ് ഒക്കെ ആയിട്ട് ഭയങ്കര വെയിറ്റ് ഒക്കെ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വരാം. വല്ല റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാണെങ്കിൽ ഇനി അവർ കയറ്റത്തില്ല, നനഞ്ഞ് കുതിർന്നിരിക്കുന്നുണ്ട്. എനിക്ക്